ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. CPM-കാർ ഒന്ന് സൂക്ഷിച്ചോ, ബോംബ് പൊട്ടാനിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതാണ് ഇത്. ഒരു പ്രത്യേക ആക്ഷനുമൊക്കെ ഇട്ടായിരുന്നു സതീശൻ അന്നത് പറഞ്ഞത്, ഓർമ്മയുണ്ടല്ലോ. പിന്നെ CPM-കാർ അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. അന്ന് സതീശൻ പറഞ്ഞ ബോംബാണോ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ പൊട്ടിക്കാൻ നോക്കിയത്? അതാണോ CPM നേതാവായ KJ ഷൈനിന്റെയും വൈപ്പിൻ MLA ആയ KN ഉണ്ണികൃഷ്ണന്റെയും പേരിലുണ്ടാക്കിയ വ്യാജകഥ? അതാണ് എങ്കിൽ അത് ബൂമറാങ്ങാണ്. അത് വരുന്നത് സതീശന്റെ നേർക്ക് തന്നെയാണ്. ഇന്നിപ്പോൾ സതീശൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. ഇതുപോലെ എന്ത് കേസ് ഉണ്ടായാലും എല്ലാവരും തന്റെ നെഞ്ചത്തേക്ക് കയറുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. CPM വിഭാഗീയതയുടെ ഭാഗമാണ് ഷൈനിനെതിരെയും ഉണ്ണികൃഷ്ണനെതിരെയും വന്ന ആരോപണം എന്നുമൊക്കെയാണ് സതീശൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഷൈൻ ടീച്ചറും ഭർത്താവും അപവാദങ്ങളിൽ തളരാതെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചു, പിന്നീട് ചാനലുകൾക്ക് പ്രത്യേകം ലൈവുകൾ നൽകി. വ്യാജ പ്രചാരണത്തിന്റെ മുന ചിരിച്ചുകൊണ്ട് ഇരുവരും ഒടിച്ചു കളഞ്ഞു. റിപ്പോർട്ടർ ചാനലിനോട് സംസാരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അതായത് നിലാവുദിക്കുമ്പോൾ പട്ടികൾ കുരയ്ക്കും, പക്ഷേ നിലാവിന് ഉദിക്കാതിരിക്കാനാവില്ലല്ലോ. നിലാവ് ഉദിക്കും, പട്ടികൾ കുരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ഒരുമിച്ചിറങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് ആ വ്യാജകഥ പോസ്റ്റാക്കിയവരും വീഡിയോ ആക്കിയവരുമെല്ലാം മുട്ടുവിറച്ച് ഓടുന്നതാണ്. BRM ഷഫീറിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓടി. മറ്റു ചിലർ മാപ്പ് പറഞ്ഞ് തടിയൂരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ നിന്ന് കരകയറാൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു അശ്ലീല കഥ കോൺഗ്രസിനെയും VD സതീശിനെയും തിരിഞ്ഞു കൊത്തുന്നതാണ് കാഴ്ച. ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാനോ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനോ ഷൈൻ ടീച്ചർ മുതിർന്നില്ല, ഭർത്താവും മുതിർന്നില്ല. ഒരു കരുത്തുറ്റ സ്ത്രീ ധൈര്യത്തോടെ ഇറങ്ങിയാൽ തീരാവുന്ന ശൗര്യമേ ഇത്തരം വ്യാജ കഥകൾ മെനയുന്ന സൈബർ പരാക്രമികൾക്ക് ഉള്ളൂ എന്ന് ടീച്ചർ തെളിയിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആളും പേരുമില്ലാതെ കറങ്ങി നടക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞ അശ്ലീല കഥ. ആദ്യം പറവൂരിൽ തന്നെയാണ് ഈ തിരക്കഥ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അറിയുന്നത്. അതായത് കഥ ഇങ്ങനെയാണ്: CPM വനിതാ നേതാവായ KJ ഷൈനിന്റെ വീട്ടിൽ ഭർത്താവില്ലാത്ത സമയത്ത്, അതായത് ഉച്ച സമയത്ത് വൈപ്പിൻ MLA ആയ ഉണ്ണികൃഷ്ണൻ വന്നുവെന്നും അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ ഭർത്താവ് ആളെക്കൂട്ടി കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയെന്നും MLA ഭർത്താവ് കൈകാര്യം ചെയ്തു എന്നുമൊക്കെയാണ് അശ്ലീല സാഹിത്യത്തിന്റെ വേമ്പടി ചേർത്ത വ്യാജകഥ. ഇതൊരു പ്രാദേശിക പത്രവും KM ഷാജഹാൻ എന്ന യൂട്യൂബറുമൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ പലർക്കും Facebook യൂട്യൂബ് കണ്ടന്റായി സംഗതി മാറി. ആദ്യം അവഗണിച്ച KJ ഷൈൻ ടീച്ചർ ആ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് കൃത്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഫേസ്ബുക്കിൽ ടീച്ചർ കുറിച്ച ശക്തമായ വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം: സ്ത്രീവിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ. കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ്. രാഷ്ട്രീയ പ്രവർത്തക, ജനപ്രതിനിധി, അധ്യാപക, സംഘടനാ നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നെറികെട്ട ജീർണതയുടെ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായ മ്ലേച്ഛമായ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ്. സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണം എന്നാണ് ഷൈൻ ടീച്ചർ കുറിച്ചത്. ഒപ്പം ഈ വിഷയത്തിൽ നിയമ നടപടി ആരംഭിച്ചുവെന്നും ടീച്ചർ വ്യക്തമാക്കി. പിന്നാലെ വൈപ്പിൻ MLA ആയ KN ഉണ്ണികൃഷ്ണനും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ഷൈൻ ടീച്ചർ പ്രതികരണം നൽകി. KN ഉണ്ണികൃഷ്ണനും പ്രത്യേകം വേറെ പ്രതികരണം നൽകി. എല്ലാ വ്യാജ പ്രചാരണങ്ങളും കൃത്യമായി പൊളിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് ടീച്ചറും ഭർത്താവും ഡൈ ന്യൂസും, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്, ഡൈ ന്യൂസും നൽകിയത്. തൻ്റെ വീട്ടിലെ വാതിൽ തള്ളിപ്പൊളിക്കുമ്പോൾ
കണ്ടു നിന്നതുപോലെ പറഞ്ഞ ഷാജഹാനെ പോലുള്ള യൂട്യൂബർ എന്തുകൊണ്ട് വാതിൽ തല്ലിപ്പൊളിക്കാൻ സഹായിച്ചില്ല എന്ന് ഷൈൻ ടീച്ചർ പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് അറിയാതെ ഇത്തരമൊരു വ്യാജ പ്രചാരണം വരില്ല എന്നും ഷൈൻ ടീച്ചർ തറപ്പിച്ച് പറയുകയാണ്. ഒരു വേദിയിൽ വെച്ച് ഒരു കോൺഗ്രസ് സുഹൃത്ത് കണ്ടപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട്, പേടിക്കേണ്ട, ധൈര്യമായി നേരിടൂ എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ പ്രചാരണങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ ബോംബുമായി ഈ ബോംബിന് സാമ്യമുണ്ടെന്നും ടീച്ചർ പറയുന്നു. എന്തായാലും തനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സ്പേസ് ഉണ്ടാക്കി തന്നതിനും പ്രായം കുറച്ച് തന്നതിനും കോൺഗ്രസ് ഹാൻഡിലുകളോടും യൂട്യൂബർമാരോടും നന്ദിയുണ്ടെന്നും ടീച്ചർ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു. ഈ വിഷയത്തിൽ വ്യക്തിപരമായി കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ കോൺഗ്രസിലെ ചില പ്രവർത്തകരെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. MP ഗോപാലകൃഷ്ണൻ എന്ന VD സതീശനുമായി അടുത്ത് നിൽക്കുന്ന പറവൂരിലെ കോൺഗ്രസ് പ്രവർത്തകനാണ് ആദ്യമായി ഈ വ്യാജകഥ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ ആരുടെയും പേര് സൂചിപ്പിച്ചിരുന്നില്ല. അടുത്ത ദിവസം തന്നെ ഇക്കാര്യം ഡിലീറ്റ് ചെയ്തു എന്നാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. തന്നോട് ബന്ധു കൂടിയായ CPM പ്രവർത്തകനാണ് ഇക്കാര്യം പറഞ്ഞത് എന്നൊക്കെയാണ് ഗോപാലകൃഷ്ണന്റെ ന്യായീകരണം. പിന്നീട് ഇതേ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഷാജഹാന്റെ യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. ഈ വിഷയത്തിലുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. ഇതോടെ ചില കോൺഗ്രസ് നേതാക്കളും പേരുകൾ വെക്കാതെ കൃത്യമായ സൂചനകളോടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്ത് വന്നു. ഈ വ്യാജ പ്രചാരണം മാങ്കൂട്ടർ ആരാധകർ പിന്നീട് ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. അതോടെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുള്ള പ്രചാരണം തുടങ്ങി. MLA വികസന ചർച്ചയ്ക്ക് ടീച്ചറുടെ വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞും പൊടിപ്പും തൊങ്ങലും ചേർത്ത പോസ്റ്റുകളായിരുന്നു വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട നേതാവിനെ പ്രതിരോധിക്കാൻ പുതിയ കഥ കിട്ടിയ സന്തോഷത്തിലായിരുന്നു മാങ്കൂട്ടം ആരാധകർ. ഈ നീക്കങ്ങളെല്ലാമാണ് ടീച്ചറും ജീവിത പങ്കാളിയും രംഗത്ത് വന്നതോടെ പൊളിഞ്ഞുപോയത്. എന്തായാലും ആദ്യം ഈ വ്യാജകഥ പോസ്റ്റ് ചെയ്ത ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഓടി നടന്ന് ചാനലുകൾക്ക് അഭിമുഖം കൊടുക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തനിക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നുമൊക്കെയാണ് ഗോപാലകൃഷ്ണന്റെ വേദനകൾ. ഇപ്പോഴും ചിലർ ഷൈൻ ടീച്ചറുടെയും ഭർത്താവിൻ്റെയും വാർത്താ സമ്മേളനവും ചാനൽ അഭിമുഖങ്ങളെയും മുൻനിർത്തി പുതിയ കഥകൾ മെനയുന്നുണ്ട്. അതാണ് രസകരം. ഭർത്താവിൻ്റെ മുഖം കണ്ടാൽ അറിയാം എല്ലാം എന്നൊക്കെ ആണ് പേരില്ല അക്കൗണ്ടുകളുടെ പുതിയ വ്യാഖ്യാനം. അതായത് ഭർത്താവിൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ച് അദ്ദേഹം ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് ഇതുപോലുള്ള പേരില്ല അക്കൗണ്ടുകൾ എത്തുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, പഴയ കഥ പറഞ്ഞവരും പുതിയ കഥ ഉണ്ടാക്കിയവരും എല്ലാം കുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഒരു MLA നിരവധി പെൺകുട്ടികളോട് നടത്തിയ ലൈംഗിക വൈകൃതം സാമാന്യവൽക്കരിച്ച് ന്യായീകരിക്കാൻ അയാളെ വീണ്ടും പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുപിടിച്ച പല ശ്രമങ്ങളും ഇങ്ങനെ തുടരുകയാണ്. അതിനായി ആരെയും കരിവാരി തേക്കുന്ന മാനസികാവസ്ഥയിലാണ് ഈ മാങ്കൂട്ടം ആരാധകർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇക്കൂട്ടർ ഉള്ളത്. എതിർക്കുന്നവരെയൊക്കെ നിലം പരിശാക്കാൻ എന്ത് തന്ത്രവും സ്വീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ അവസരത്തിൽ ഷിബു ഗോപാലകൃഷ്ണൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. ഷൈൻ ടീച്ചറുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോയ്ക്കൊപ്പമാണ് ഷിബുവിൻ്റെ പോസ്റ്റ്. രാവിലെ യൂട്യൂബിൽ കയറുമ്പോൾ മുന്നിൽ വന്ന് നിന്നത് ഈ ടീച്ചറാണ്. നിലാവ് പോലത്തെ ചിരിയും സാരിയും. ഒരു പകലും രാത്രിയും പിന്നിടുന്ന അപവാദ ആക്രമണങ്ങളുടെ മുഴുവൻ മുള്ളും മുനയും ഒടിച്ചു കളഞ്ഞിട്ടുള്ള നിൽപ്പാണ്. ഇത് കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കാനാവാതെ നുണക്കൂമ്പാരങ്ങളുടെ മുന്നിൽ നിലം പരിശായിപ്പോയ എത്രയധികം മനുഷ്യർ എന്നോർത്തു. ഇപ്പോഴും ചോര വാർന്നു നിൽക്കുന്ന മനുഷ്യർ, കേട്ടപാതി അത് ഏറ്റുപാടിയ മനുഷ്യരുടെ നാവിൻ തുമ്പിലും വിരൽ തുമ്പിലും പൊലിഞ്ഞുപോയ മനുഷ്യർ. അവർ ഇപ്പോൾ കണ്ണീര് തുടച്ച് നിലാപുഞ്ചിരിയോടെ വന്നു നിൽക്കുന്ന ഈ ടീച്ചറെ ആത്മഹർഷത്തോടെ നോക്കുന്നുണ്ടാകുമെന്നാണ് ഷിബു ഗോപാലകൃഷ്ണൻ എഴുതി നിർത്തുന്നത്. സത്യത്തിൽ സൈബർ ആക്രമണം വഴി തകർന്നുപോയ നിരവധി മനുഷ്യരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രതിരോധിക്കാൻ വെട്ടുകിളി കൂട്ടങ്ങളില്ലാത്ത മനുഷ്യരാണ് അവരെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. സ്വകാര്യ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞ് പ്രതിരോധിക്കാൻ ഗതികേടിലായിപ്പോയ മനുഷ്യരുമുണ്ട്. അവർക്ക് മുന്നിൽ ഷൈൻ ടീച്ചറിനെ പോലുള്ളവർ മാതൃകയാണ്, കരുത്താണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.